ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അപ്പോയിൻമെൻറ്റ്സും കൂടെ ഒന്ന് വേഗം നോക്കാം. നീതി ആയോഗിൻ്റെ CEO ആരാണ്? അമിതാഭ് കാന്ത് ആണ് കേട്ടോ. നീതി ആയോഗിൻ്റെ CEO അമിതാഭ് കാന്ത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ഈ നീതി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അമിതമായിട്ടൊന്നും കൊടുക്കാണ്ട് നീതി കൊടുക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ അമിതമായിട്ട് കൊടുക്കാണ്ട് അമിതാഭ് കാന്ത് കേട്ടോ. അപ്പോൾ നീതി ആയോഗിൻ്റെ CEO ആണ് അമിതാഭ് കാന്ത്. അതേപോലെ തന്നെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സുമൻ ബേരിയാണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരി. എങ്ങനെ ആലോചിക്കും? ഈ നീതി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ട് കൊടുക്കരുതല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അത് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും സമമായിട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ സുമൻ സമം കേട്ടോ, സുമൻ ബേരി അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സിഇഒയും അതുപോലെ തന്നെ വൈസ് ചെയർമാനായിട്ട് മാറിപ്പോകരുത് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അടുത്തത് കരസേന മേധാവിയാണ്. ജനറൽ മനോജ് പാണ്ഡെയാണ് കരസേന മേധാവി കേട്ടോ. കരസേന മേധാവി ആരാണ്? ജനറൽ മനോജ് പാണ്ഡെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വ്യോമസേന മേധാവി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വിവേക് റാം ചൗധരി. വ്യോമസേന മേധാവി. അപ്പോൾ വ്യോമം എന്ന് പറയുമ്പോൾ വാ വെച്ചിട്ട് തന്നെ വിവേക് റാം ചൗധരി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കരസേന മേധാവി ജനറൽ മനോജ് പാണ്ഡെ. വ്യോമസേന മേധാവി വാ വെച്ചിട്ട് തന്നെ വിവേക് റാം ചൗധരി. അടുത്തത് നാവികസേന മേധാവിയാണ് കേട്ടോ. നാവികസേന മേധാവി ആർ ഹരികുമാറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം, അതായത് പച്ചവെള്ളം എന്നുള്ള രീതിയിൽ ഓർത്തേക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, പച്ച എന്ന് പറഞ്ഞാൽ ഹരിതകം എന്നുള്ള രീതിയിൽ ഇതിനകത്തുള്ള ഹരി എടുത്തേക്കാണ്. പിന്നെ നാവികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വെള്ളമാണല്ലോ. അപ്പോൾ പച്ചവെള്ളം എന്നുള്ള രീതിയിൽ ഓർത്തേക്കാണ് കേട്ടോ. നമ്മുടെ ഹരിയായിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത് ട്രായുടെ ചെയർമാനാണ്. ട്രായ് എന്ന് പറഞ്ഞാൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ ചെയർമാൻ PD വഗേലയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ടെലികോം എന്ന് പറയുമ്പോൾ നമുക്ക് ടെലിഫോണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഈ ടെലിഫോണൊക്കെ വിളിക്കുന്ന ആരായിരിക്കും? വഗേല ആരെങ്കിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ വഗേല PD വഗേല എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. അടുത്തത് PTI ചെയർമാനാണ് അവീക് സർക്കാരാണ് കേട്ടോ. PTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ പ്രസ്സിനകത്തൊക്കെ അല്ല, ഈ പ്രസ്സും നമുക്ക് വീക്കിലി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ? വീക്കിലിയൊക്കെ പ്രസ്സിൽ അടിച്ചു വരും എന്നുള്ള രീതിയിൽ അങ്ങനെ അവീക് സർക്കാർ കേട്ടോ. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. PTI ചെയർമാൻ ആരാണ്? അവീക് സർക്കാർ. പിന്നെയുള്ള CAG ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് കേട്ടോ. CAG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മളിങ്ങനെ മർമറിയും അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ കേട്ടോ. മുർമു, ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ. അടുത്ത് സോളിസിറ്റർ ജനറൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തുഷാർ മേത്തയാണ് കേട്ടോ. സോളിസിറ്റർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ തുഷാർ മേത്ത. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ISRO ചെയർമാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? S സോമനാഥ് ആണ്. ISRO ചെയർമാൻ ആരാണ്? S സോമനാഥ്. 10ാമത്തെ ചെയർമാനാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ 5ാമത്തെ മലയാളിയാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്തത് VSSC ഡയറക്ടറാണ്. അതായത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഓർക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് ഈ V പോലെ തന്നെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് U പോലെ കിട്ടില്ലേ? അങ്ങനെ ഉണ്ണികൃഷ്ണൻ നായർ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. അടുത്തത് പോൾ സക്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളൊരു പോർഷനാണ്. ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം കേട്ടോ. ഏതൊക്കെയാണ്? സക്രിയയുടെ കഥകൾ, ഇതാണ് എൻ്റെ പേര്, പ്രൈസ് ദ ലോർഡ്, സലാം അമേരിക്ക, ഇഷ്ടികയും ആശാരിയും. അപ്പോൾ ഞാൻ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. പോൾ സക്രിയയുടെ പ്രധാന കൃതികളാണ്. അപ്പോൾ പോൾ സക്രിയ ഒരു കഥ എഴുതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സക്രിയയുടെ കഥകൾ. പോൾ സക്രിയ കഥ എഴുതാണ്, സക്രിയയുടെ കഥകൾ. എന്നിട്ടൊരു കഥ എഴുതുന്ന സമയത്ത് നമ്മൾ ആ കഥാപുസ്തകത്തിനകത്ത് ആദ്യം എഴുതണം എന്തായിരിക്കും? എൻ്റെ പേര് അല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ പേര്. എന്നിട്ട് ആ കഥ എഴുതാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അമേരിക്കയിലേക്ക് പോയെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ മതപരമായിട്ടുള്ളൊരു കഥയാണ്, കഥ എഴുതാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, പ്രൈസ് ദ ലോർഡ്, അതാണ് ഞാൻ മതപരമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ എഴുതിയിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് സലാമൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ തിരിച്ചു വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആശാരിപ്പണി തുടങ്ങി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഇഷ്ടികയും ആശാരിയും. ഓക്കെ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.